എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് സാധാരണക്കാർക്ക് കാർ വാങ്ങുവാൻ എളുപ്പമാകുന്ന രീതിയിൽ ഈ കാറുകളുടെ വില കുത്തനെ കുറയുന്നതാണ്. പ്രധാനമായിട്ടും GST കുറയുന്നതനുസരിച്ച് വാഹന ലോകത്ത് വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങളാണ് സംഭവിക്കാനായിട്ട് പോകുന്നത്. ഇതിൻ്റെ വിശദാംശങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിൽ കടക്കാം. രാജ്യത്തെ GST ഘടന അടിമുടി മാറുവാൻ ഒരുങ്ങുകയാണെന്നാണ് നിലവിലിപ്പോൾ റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത്. വരാനിരിക്കുന്ന സമൂലമായിട്ടുള്ള പരിഷ്കാരങ്ങളിൽ ഇന്ത്യയിലെ ഓട്ടോമൊബൈൽ മേഖലയുടെ നികുതി നിരക്കുകൾ പുനഃക്രമീകരിക്കുന്നതാണ്. രാജ്യത്ത് വാഹനങ്ങളുടെ നികുതി നിരക്കുകൾ നിർവചിക്കുന്നതിൽ നിർണായകമായിട്ടുള്ള പങ്ക് വഹിക്കുന്ന എൻജിൻ ശേഷിയും വാഹന വലിപ്പവും എന്നിവയുമായി ബന്ധപ്പെടുത്തിയുള്ള വർഗീകരണത്തിലെ തർക്കങ്ങൾ പുതിയ രീതി പരിഹരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. നിലവിൽ GSTയിൽ ഏറ്റവും ഉയർന്ന നികുതി ഇനത്തിലാണ് ഓട്ടോമൊബൈൽ മേഖല ഉൾപ്പെടുന്നത്. ഈ ഒരു പുതിയ പരിഷ്കരണത്തിലൂടെ സാധാരണക്കാർക്ക് പ്രയോജനം ചെയ്യുക എന്നതാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നത്. നിലവിൽ ഇന്ത്യയിലെ വാഹനങ്ങൾക്ക് 28% നികുതിയാണ് ചുമത്തുന്നത്. ഇത് ഏറ്റവും ഉയർന്ന GST സ്ലാബാണ്. കൂടാതെ വാഹനത്തിൻ്റെ തരമനുസരിച്ച് ഈ ഒരു നിരക്ക് മുകളിൽ 1% മുതൽ 22% വരെ കോമ്പൻസേഷനും സെസ്സും ചുമത്തുന്നതാണ്. അതോടൊപ്പം തന്നെ ഇത് വാഹനങ്ങൾ വാങ്ങുന്നവരുടെ മേൽ കൂടുതൽ ഭാരം വർദ്ധിപ്പിച്ചിരുന്നു. വാഹനത്തിൻ്റെ എൻജിൻ ശേഷിയും വലിപ്പവും അനുസരിച്ച് കാറുകളുടെ മൊത്തം നികുതി പരിധി ചെറിയ പെട്രോൾ കാറുകൾക്ക് 29% മുതൽ SUV 50% വരെ ഈടാക്കിയിരുന്നു. ഇലക്ട്രിക് വാഹനങ്ങൾക്ക് 5% നിരക്കിലാണ് നികുതി ചുമത്തുന്നത്. ഉപഭോക്താക്കൾക്കും വാഹന നിർമ്മാതാക്കൾക്കും ഒരുപോലെ തന്നെ ഭാരം നൽകുന്നവയാണ് ഈ ഒരു നികുതി ഘടന. രാജ്യത്തെ GST സംവിധാനം പ്രധാനമായിട്ടും 2 തലത്തിലുള്ള സ്ലാബിലേക്ക് മാറ്റാനാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ പുതുതായിട്ട് നീക്കം നടക്കുന്നത്. ഇതിൽ 5%, 18% തിരഞ്ഞെടുത്ത ചില ഇനങ്ങൾക്ക് 40% എന്നിങ്ങനെ ആയിരിക്കും GST സ്ലാബുകൾക്ക് നിലവിലിപ്പോൾ മാറ്റം ഉണ്ടായിരിക്കുന്നത്. ഇതനുസരിച്ച് വാഹനങ്ങളുടെ ഒരു സ്ലാബിൽ ഉൾപ്പെടുത്തുമെന്നാണ് വാർത്താ ഏജൻസി ആയിട്ടുള്ള PTI ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എൻജിൻ ശേഷിയും നീളവും അനുസരിച്ച് കാറുകളുടെ വർഗീകരണം മൂലമുണ്ടാകുന്ന തർക്കങ്ങൾ അവസാനിപ്പിക്കുവാൻ ഇതുവഴി സാധിക്കുന്നതാണ്. നിലവിലെ 28%മായി താരതമ്യപ്പെടുത്തുമ്പോൾ 18% കുറഞ്ഞ GST നിരക്ക് കാറുകളുടെ ആവശ്യകതയും വിൽപ്പനയും വർദ്ധിപ്പിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം പുതിയ പരിഷ്കാരത്തോടെ വാഹനങ്ങൾ കൂടുതൽ താങ്ങാവുന്ന വിലയുള്ളവ ആയിത്തീരുന്നതാണ്. കാലാകാലങ്ങളിലായിട്ട് ഇന്ത്യൻ പാസഞ്ചർ വാഹന വിപണിയുടെ ചാലക ശക്തിയായിരുന്ന ചെറു കാറുകൾക്ക് ഈ ഒരു GST പരിഷ്കരണത്തോടുകൂടി ഉത്തേജനം ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് വാഹന വിൽപ്പന വർദ്ധിപ്പിക്കുമെന്നും സാധാരണക്കാർക്ക് കൂടുതൽ താങ്ങാമെന്നുള്ള കണക്കുകൂട്ടലുകളാണ് കേന്ദ്രത്തിന്റെ GST പരിഷ്കരണ നിർദ്ദേശത്തിന് പിന്നിലെ പ്രധാന ആശയമെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. 12%, 28% സ്ലാബ് ഒഴിവാക്കുന്നത് ഉൾപ്പെടെയുള്ള കേന്ദ്രത്തിന്റെ നിർദ്ദേശം ഓഗസ്റ്റ് 21 GST നിരക്കിൽ തീരുമാനമെടുക്കുന്നതുമായി ബന്ധപ്പെടുത്തിയുള്ള ചേരുന്ന മന്ത്രിമാരുടെ സംഘം ചർച്ച ചെയ്യുന്നതാണ്. അതിനുശേഷം കേന്ദ്ര സംസ്ഥാന ധനമന്ത്രിമാർ ഉൾപ്പെടുന്ന GST കൗൺസിലിൽ അടുത്ത മാസം തന്നെ യോഗം ചേർന്ന് അന്തിമ GST നിരക്ക് ഘടന അംഗീകരിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.